തെറ്റിദ്ധരിച്ചോ? ഇതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പതിയെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ട്രെയിൻ വരാൻ 1 മണിക്കൂറുള്ള കാഴ്ചകൾ കണ്ടിരുന്നാൽ അവിടെ എത്തില്ല എന്ന്. ഏകദേശം ഒരു 55 മിനിറ്റ് ആയപ്പോഴേക്കും വണ്ടി കൊണ്ടുവന്ന് ഞങ്ങൾ പാർക്ക് ചെയ്ത് ഞാനും സുഹൃത്തും ഈ ഓട്ടം തുടങ്ങി. സമയം വളരെ കുറവാണെങ്കിൽ പോലും സമയത്ത് ചായ കുടിക്കണം എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് 2 ചായ കുടി കഴിഞ്ഞ് നേരെ ഞങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇവിടെ ഇരുന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആ ട്രെയിനിയാണെങ്കിലും എൻ്റെ ഫോൺ ഫോക്കസ് ചെയ്യുന്നത് ഈ കുട്ടിയിലാണ്. പിന്നീട് കുറച്ചു നേരം ദേ പോകുന്ന ചേട്ടനുമായുള്ള ഓട്ടപ്പന്തയത്തിലായിരുന്നു. ഇവിടെ ഒരു മാമൻ കുറെ സമയമായി എല്ലാവരുടെയും വാട്സപ്പ് DP ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ചുറ്റിനും 100 കാര്യങ്ങൾ നടക്കുമ്പോഴും എൻ്റെ ചങ്ങാതി ഈ ഇരിപ്പാണ്. മുള്ളാൻ വേണ്ടി പോയപ്പോഴാണ് ഇത് ഞാൻ കാണുന്നത്. അപ്പോൾ തന്നെ എൻ്റെ ഇലക്ട്രിക്കൽ ഡിപ്ലോമക്കാരൻ ഉണർന്നു. ചങ്ങാതിയുടെ മടുപ്പ് മാറാൻ വേണ്ടി പിന്നെ കുറച്ചു നേരം ഓടോ റിബൺ കളിച്ചു. വിശ്രമവേളയിലാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. ഞാൻ അതമ്പതിച്ചു പോയി. എന്റെ കുഴപ്പമാണോ എന്റെ ചങ്ങാതിയുടെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. ഇവൻ ഇതേ ഇരിപ്പ് തന്നെയാണ്. ഈ ഇരിപ്പ് കണ്ട് ഞാൻ